Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഉയർന്ന ഭൂരിപക്ഷം ലഭിച്ചത് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ നിന്ന്. നിലമ്പൂർ നഗരസഭ ഇപ്പോൾ ഭരിക്കുന്നതാകട്ടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മികച്ച ഭൂരിപക്ഷം നേടി LDF-ഉം. 3967 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നഗരസഭയിൽ നിന്ന് മാത്രമായി ആര്യടൻ ഷൌക്കത്തിന് ലഭിച്ചത്. ഇത് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. 3000 വോട്ടുകളുടെ ഭൂരിപക്ഷം പോലും നഗരസഭയിലെ മറ്റു ബൂത്തുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. 43 ബൂത്തുകളാണ് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ആകെയുണ്ടായിരുന്നത്. ഇതിൽ 39 ബൂത്തുകളിലും ആര്യടൻ ഷൌക്കത്തിനാണ് ഭൂരിപക്ഷമുള്ളത്. 4 ബൂത്തുകളിൽ മാത്രമാണ് LDF-ന് ഭൂരിപക്ഷമുള്ളത്. NSS സ്കൂളിന് പിന്നിലുള്ള 176 നമ്പർ ബൂത്തിൽ നിന്ന് 31 വോട്ടിന്റെ ലീഡാണ് LDF-ന് ലഭിച്ചത്. 82 നമ്പർ ബൂത്തുള്ള ചക്കാലക്കൂത്തിൽ നിന്ന് 8 വോട്ടുകളുടെയും 178 നമ്പർ ബൂത്തായ കോവിലകത്തുമുറിയിൽ നിന്ന് 1 വോട്ടിന്റെ ഭൂരിപക്ഷവും LDF-ന് ലഭിച്ചു. 88 നമ്പർ ബൂത്തായ മുതുകാടിൽ നിന്ന് 88 വോട്ടിന്റെ ഭൂരിപക്ഷവും ഒഴിച്ചാൽ നിലമ്പൂർ നഗരസഭയിൽ 25ഓളം വാർഡുകളിൽ വിജയിച്ച നഗരസഭാ ഭരണം നടത്തുന്ന LDF-ന് മറ്റെവിടെയും ഭൂരിപക്ഷമില്ല. നിലമ്പൂർ നഗരസഭാ പരിധിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് UDF ചെയർമാൻ നാണിക്കുട്ടി കൂമഞ്ചേരിയും കൺവീനർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജുമാണ്. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നഗരസഭയിലെ മുക്കിലും മൂലയിലും പ്രവർത്തനമെത്തിക്കാൻ കഴിഞ്ഞതാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് നയിച്ചതെന്ന് ഇരുവരും പറഞ്ഞു. നഗരസഭയിലെ ഓരോ വീടുകളിലും കയറിയിറങ്ങി വോട്ടർമാരെ മുഴുവൻ നേരിട്ട് കണ്ടാണ് പ്രവർത്തിച്ചത്. നിലമ്പൂർ നഗരസഭയിൽ 33 ഡിവിഷനുകളിൽ 22 ഡിവിഷനുകളും LDF പക്ഷത്താണ്. നഗരസഭയിലുണ്ടായ കനത്ത തിരിച്ചടിയുടെ സാഹചര്യത്തിൽ ചെയർമാനെ മാറ്റാനും സാധ്യതയുണ്ട്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.